ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, ബാദുഷയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1/4 കപ്പ്, ഈ കപ്പിന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, ഷുഗർ. ദെൻ ഒരു പിഞ്ച് സോൾട്ട് വേണം. പിന്നെ ഏലക്ക, കാർഡമം, ദെൻ ബേക്കിംഗ് സോഡ കുറച്ച് വേണം. പിന്നെ നെയ്യ്. ഇത്രയുമാണ് നമുക്ക് ബാദുഷ ഉണ്ടാക്കാൻ വേണ്ടത്. ഈ മൈദ വന്നിട്ട് നമ്മൾ അരിപ്പയിൽ അരിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നല്ലോണം നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഇതുപോലെ കുഴച്ച് എടുക്കാം. നമ്മൾ മൈദയിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സോൾട്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ച് എടുത്തിട്ട് വരാം. നമ്മുടെ മൈദയെല്ലാം നല്ലോണം കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ഇതിൽ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തത് മൈദ, പിന്നെ കുറച്ച് ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, കുറച്ച് നെയ്യ്. അത് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ മിക്സ് ചെയ്ത് എടുത്തു വെച്ചു. ഇത് ഹാഫ് ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് ഷുഗർ, പഞ്ചസാര, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 സ്ട്രിങ് ആവുന്നവരെ ആ സിറപ്പ് നമുക്ക് ആക്കിയെടുത്തിട്ട് വരാം. ഈ സമയത്തിനുള്ളിൽ നമുക്ക് സിറപ്പ് ആക്കിയിട്ട് വരാം. 1 സ്ട്രിങ് ആവുന്നവരെ നമ്മൾ എടുക്കണം. ആ ഇതിൽ വേണം നമ്മൾ എടുത്ത് പഞ്ചസാര സിറപ്പ് ആക്കേണ്ടത്. നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കാർഡമം, ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് സിറപ്പാക്കി എടുത്തിട്ട് വരാം. 1 സ്ട്രിങ് ആവുന്നവരെ നമുക്ക് സിറപ്പാക്കിയിട്ട് എടുത്തിട്ട് വരാം. നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലോണം ചെറിയ റോളായിട്ട് എടുത്തതിന് ശേഷം നടുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹോളിട്ട്, ഇത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. നമുക്കത് എടുത്തിട്ട് വരാം. നമ്മൾ ആ ബോൾസ് എല്ലാം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല സിമ്മിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ജസ്റ്റ് നല്ലോണം കുക്ക് ചെയ്ത് ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊരു ബ്രൗൺ കളർ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബാദുഷ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി. നമ്മൾ സിറപ്പിൽ ബാദുഷ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ബാദുഷ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ദീപാവലിക്ക് ബാദുഷ ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.